ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റക്കാരൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മൾ പറയുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കണമെന്നാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലേ? എന്നാൽ ദാവീദിനെ ഒന്ന് നോക്കിയേ, ദാവീദിന്റെ പ്രാർത്ഥനയെ ഒന്ന് നോക്കിയേ. ദാവീദ് ഒന്ന് പ്രാർത്ഥിച്ചു, 2 ദൈവഹിതം ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, 3 ദൈവത്തിന്റെ സമയത്തിനായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന അറ്റുപോകരുത്, വിശ്വാസം അറ്റുപോകരുത്, പ്രതീക്ഷ അറ്റുപോകരുത്, പ്രതീക്ഷയോടുകൂടെ തന്നെ ആരാധന അറ്റുപോകരുത്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അസാധ്യങ്ങളുടെ ദൈവമാണ്, അവന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല. അല്പസമയത്തെ വചനധ്യാനത്തിനായി 2 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. 2 ശമൂവേൽ 15-ാം അധ്യായം 30-ാം വാക്യം. വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ ദാവീദ് കടന്നു പോകുമ്പോൾ അനുഭവങ്ങളാണ് 15, 16, 17 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ദാവീദിനെ കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. ആർക്കെങ്കിലും ആ 30-ാം വാക്യം വായിക്കാം. ദാവീദ് തലമുടിയും ചെരുപ്പിടാതെയും നടന്നു, കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. ആരാണ് ദാവീദ്? ഈ സമയത്ത് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവാണ്, അല്ലേ? ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ദാവീദിൻ്റെ അനുഭവമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ദാവീദ് ഒരു വലിയ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നതായ സന്ദർഭമാണ്. ദാവീദ് ഒരു ഗായകനാണ്, ദാവീദ് രാജാവാണ്, ദാവീദ് ഒരു സങ്കീർത്തനക്കാരനാണ്, നല്ലൊരു പോയറ്റ്, അല്ലേ, കവിയാണ്. വ്യത്യസ്ത നിലകളിൽ അനുഭവ സമ്പത്തുള്ളതായ ഒരു മനുഷ്യനാണ് ദാവീദ്. ബൈബിളിലെ പല പേരുകളും മറ്റ് പല പുസ്തകങ്ങളിലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ദാവീദ് എന്ന പേര് ബൈബിളിൽ ഈ ഒരു ദാവീദിന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ശൗലിനെ നമുക്ക് ഒന്നിലധികം കാണാം, യോനാഥാനെ നമുക്ക് ഒന്നിലധികം കാണാം. എന്നാൽ ദാവീദ് ഇവിടെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ പരമാധികാരിയായി ശൗലിന് ശേഷം ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഇത്രയധികം പ്രതികൂലം അനുഭവിച്ചതായ ഒരു മനുഷ്യൻ, അല്ലേ, അനേക പ്രാവശ്യം താൻ കൊല്ലപ്പെടാനായിട്ട് പല ശത്രുക്കളും തന്നെ പിടിക്കാനായിട്ടിടയായി തീർന്നു. പലരും തന്നെ ഓടിച്ചു. ഇപ്പോൾ ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ദാവീദ് തലമൂടിയും, അപ്പോൾ തലമൂടിയാണ്, ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമല കയറുകയാണ്. ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ദാവീദിന് ഇങ്ങനെ ഒരു പ്രതികൂലം വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പുറകിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? 16-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ദാവീദ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അബ്ശാലോമിന് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, അപ്പനായിരിക്കുന്ന ദാവീദിനെ കൊന്ന് ഇസ്രായേലിൻ്റെ രാജാവാകണം എന്നുള്ളതാണ് അബ്ശാലോമിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി അബ്ശാലോം എന്താ ചെയ്യുന്നത്? 15-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊട്ടാരത്തിൻ്റെ മുറ്റത്ത്, തൻ്റെ അപ്പനായിരിക്കുന്ന ദാവീദിൻ്റെ സിംഹാസനമുള്ള ഇസ്രായേലിൻ്റെ കൊട്ടാര മുറ്റത്ത് എന്നും അബ്ശാലോം പോയി നിൽക്കും. കൊട്ടാരത്തിലേക്ക് വരുന്നതായ ആളുകളെയെല്ലാം വശീകരിച്ച് അവരോട് കുശലം പറഞ്ഞ് അവരുടെ ഹൃദയം കവർന്ന് അപ്പനായ ദാവീദിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുക. ആദ്യം 50 പേരുള്ള ഒരു ചെറിയ കൂട്ടുകെട്ട് അബ്ശാലോം ഉണ്ടാക്കി, അല്ലേ? നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? 2-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അത് 200 വളർന്നു. അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ അത് 200 വളർന്നു. പിന്നീട് അതൊരു വലിയ സംഖ്യയായി തീർന്നു. അപ്പനായിരിക്കുന്ന ദാവീദിനെ കൊന്ന് അധികാരം പിടിക്കുക, മറ്റുള്ളവരുടെ ഹൃദയം കൈക്കലാക്കുക. എന്നാൽ അപ്പനായിരിക്കുന്ന ദാവീദിന് തൻ്റെ മകനായ അബ്ശാലോമിനോട് അതിയായ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അബ്ശാലോമിൻ്റെ ഈ കുതന്ത്രം മനസ്സിലായിട്ടാണോ അല്ലയോ എന്നറിയയില്ല, ദാവീദ് അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പോയില്ല. ഒരു ദിവസം അബ്ശാലോം ദാവീദിൻ്റെ അടുക്കൽ വന്നിട്ട് 15-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് 7-ാം വാക്യം,
ദാവീദിനോട് പറഞ്ഞു, അപ്പാ എനിക്ക് ഹെബ്രോനിൽ പോകണം, ഒരു നേർച്ചയുണ്ട്. ഹെബ്രോനിൽ പോയി ദൈവത്തെ ആരാധിക്കാനായിട്ട് നീ എന്നെ അനുവദിക്കണം. ഹെബ്രോൻ എവിടെയാണ്? യെരുശലേമിൽ നിന്ന്, ദാവീദിൻ്റെ നഗരമായ യെരുശലേമിൽ നിന്ന് 31 കിലോമീറ്റർ അകലെയുള്ളതായ മറ്റൊരു പ്രധാന പട്ടണമാണ് ഹെബ്രോൻ. ആ ഹെബ്രോനിൽ പോയി എനിക്ക് ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തെ ആരാധിക്കണം, എനിക്കൊരു നേർച്ചയുണ്ട്, ആ നേർച്ച കഴിക്കാനായിട്ട് എനിക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞു. അപ്പനായിരിക്കുന്ന ദാവീദ് പറഞ്ഞു, മകനെ പൊയ്ക്കൊള്ളുക, നിന്റെ നേർച്ച നീ കഴിക്കാനായിട്ട് പറഞ്ഞ് അബ്ശാലോമിനെ പറഞ്ഞയക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഹെബ്രോനിൽ ചെന്ന അബ്ശാലോം എന്താ ചെയ്തത്? അബ്ശാലോം ഹെബ്രോനിൽ ചെന്നിട്ട് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തണം. അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നു. ആരാണ് ഇസ്രായേലിലെ, ഹെബ്രോൻ അടങ്ങുന്ന ഇസ്രായേലിലെ മുഴുവൻ രാജാവ് ആരാണ്? ദാവീദാണ്. പക്ഷേ നിങ്ങൾ പറയണം, അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നു. 15-ാം അധ്യായം 10-ാം വാക്യം. ഈ വിളംബരം അവിടെയെല്ലാം കഴിക്കാനായിട്ടിടയായി തീർന്നു. കൂട്ടുകെട്ട് വളർന്നു, അല്ലേ? കോൺസ്പിറസി അല്ലെങ്കിൽ കൂട്ടുകെട്ട് വളരാനായിട്ടിടയായി തീർന്നു. 50 പേരിൽ ആരംഭിച്ച കൂട്ടുകെട്ട് 200 പിന്നീട് അത് അനേകം ആയിരമായി. ദാവീദിന് മനസ്സിലായി ഈ കൂട്ടുകെട്ട് തന്നെ കൊല്ലാനാണ് ഉള്ളതാണ്, അധികാരം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദാവീദ് കൊട്ടാരം വിട്ട് ഓടിപ്പോകുന്ന സന്ദർഭമാണ് നമ്മൾ വായിച്ചത്. ഓടിപ്പോകുമ്പോഴും ഭക്തനായ അഭിഷക്തനായിരിക്കുന്ന ദാവീദിന് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല. ഈ അധ്യായം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് ഞാൻ നൽകി തരികയാണ്. ഈ 15, 16 അധ്യായം നിങ്ങൾ വീണ്ടും പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടെ വായിക്കണം. ഒരു ഭക്തൻ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടതെന്നൊരു വിശ്വാസികളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നതായ അധ്യായമാണ് ഈ 15-ാം അധ്യായം, അല്ലേ? ദാവീദിൻ്റെ 73 സങ്കീർത്തനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ആ സങ്കീർത്തനങ്ങളുടെ എല്ലാം ഇതിവൃത്തം ഈ 2-3 അധ്യായങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ 2-3 അധ്യായങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ പിന്നീട് നമ്മൾ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, ദാവീദ് തല മൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. അപ്പോൾ ഇത് വെറുതെ ഭയപ്പെട്ട് ഓടുന്നതായ ഒരു ഓട്ടമല്ല. കൊട്ടാരം വിട്ട് അബ്ശാലോമിനെയും സൈന്യത്തെയും പേടിച്ച് ദാവീദ് പോവുകയാണെങ്കിലും ദാവീദിൻ്റെ ഒരു പ്രെയർ വോക്കാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥനയാൽ താൻ മറ്റൊരു സ്ഥലത്തേക്ക് താൽക്കാലികമായി മാറിപ്പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതായ ദാവീദ്, ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നതായ ദാവീദ് ഏത് പ്രതിസന്ധിയുടെ മധ്യേയും ഇതിന് മാറ്റം വരുത്തുവാൻ സാധിക്കുന്നതായ ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരാഴമായ വിശ്വാസം തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭക്തനായിരുന്നു ദാവീദ് എന്ന് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളും ദാവീദിൻ്റെ അനുഭവങ്ങളും എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രമാത്രം യഹോവയാം ദൈവത്തിൽ ഭക്തിയും വിശ്വാസമുണ്ടായ മറ്റൊരാളെ നമുക്ക് ഇസ്രായേലിൽ എങ്ങും ഈ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ദാവീദിൻ്റെ ഒരു പ്രെയർ വോക്കാണ്, പ്രാർത്ഥനയോടുകൂടെ ഒലിവുമല കയറുകയാണ്. യെരുശലേമിൽ നിന്ന് 3 കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്നതായ മലയാണ് ഒലിവുമല എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിലെ മലകളെ അപേക്ഷിച്ച് ഒലിവുമല വലിയൊരു മലയൊന്നുമല്ല. ആകെ 830 മീറ്റർ ഉയരം മാത്രമേ ഒലിവുമലയ്ക്കുള്ളൂ. നമ്മുടെ കേരളത്തിലെ മലകൾക്കൊക്കെ അതിനേക്കാളൊക്കെ വലിയ ഉയരമുള്ള മലകളാണ്. അപ്പം ഒരു ചെറിയ കുന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും, അത്രയേ ഉള്ളൂ. എന്നാൽ ദാവീദ് യെരുശലേമിൽ നിന്ന് ഓടിപ്പോയി ഈ ഒലിവുമലയുടെ കയറ്റം കയറി മറ്റൊരു സ്ഥലത്ത് ഒളിച്ചു പാർക്കുകയും ദൈവം തന്നെ തിരികെ കൊണ്ടുവരുമെന്നുള്ള ആഴമേറിയ വിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത്. ഒരു വലിയ സൈന്യമൊന്നും തൻ്റെ കൂടെയില്ല, വളരെ കുറച്ച് വിശ്വസ്തരായ ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ദാവീദിൻ്റെ പ്രെയർ വോക്ക്, അല്ലേ, പ്രാർത്ഥന യാത്രയാണ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ദാവീദ് തലമൂടിയും. ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്നത് അവൻ തലമൂടിയാണ്, അവൻ ചെരുപ്പിടില്ല, അവൻ തൻ്റെ നെറ്റി തറയിൽ തട്ടി
തട്ടിച്ചുകൊണ്ടാണ് ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്നത്. മുഴങ്കാലുകളിൽ നിന്ന് നെറ്റി തറയിൽ തട്ടിച്ചാണ് ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് യഹൂദൻ്റെ പ്രാർത്ഥന കാണാനായിട്ട് സാധിക്കും. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തനിക്ക് തന്നെ നെറ്റി തറയിൽ തട്ടിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരു പ്രെയർ വാക്ക്, അല്ലേ, ഒരു വലിയ പ്രാർത്ഥനയോടുകൂടെ ഒരു കുന്ന് കയറിക്കൊണ്ട് കരയുകയാണ്, നിലവിളിക്കുകയാണ്. ഈ കരച്ചിലൊരു പ്രാർത്ഥനയുടെ ഗീതമാണ്, അല്ലാതെ പേടിച്ച് കരയുന്നതല്ല. അബ്ശാലോമിനെ പേടിച്ച് കരയുന്നതല്ല, തൻ്റെ ശത്രുക്കളെ പേടിച്ച് ദാവീദ് കരയുന്നതല്ല. ദാവീദിനെ മുൻ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യെസ്, ഇന്നൊരു പ്രതികൂലത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്, ഇന്നൊരു വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങളായിരിക്കുന്നത്, എന്നാൽ ദൈവം ഞങ്ങളെ തിരികെ കൊണ്ടുവരുവാനായിട്ടിടയായി തീരും. ഞങ്ങൾക്ക് ഈ സ്ഥിതിക്ക് ഒരു ഭേദം വരുത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നുള്ള ആഴമേറിയ വിശ്വാസത്തിൽ നിന്നുള്ളതായ പ്രാർത്ഥന. അപ്പം പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന പ്രയോജനപ്പെടുത്തിയിട്ടില്ലാത്ത ശക്തി, അല്ലേ? പ്രാർത്ഥന പ്രയോജനപ്പെടുത്തിയിട്ടില്ലാത്ത ശക്തി എന്ന പ്രാർത്ഥനയെ നമുക്ക് എല്ലാ നിലയിലും പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രതികൂലം വരുമ്പോൾ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, അല്ലെ, സഭാ ജീവിതത്തിൽ, അതുപോലുള്ള എല്ലാ മേഖലകളിലും എവിടെയാണോ പ്രതിസന്ധികൾ കടന്നു വരുന്നത്, ദാവീദ് ഒരു വലിയ എക്സാമ്പിളാണ്. ദാവീദ് പ്രാർത്ഥിക്കുക. ദാവീദ് എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. 53-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എപ്പോഴെല്ലാം ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആ വാക്യം മുഴുവൻ വായിക്കണം, അല്ലേ? 57-15 ഇപ്പോൾ വായിക്കണ്ട, 55-17, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ദാവീദ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നത് നമ്മൾ എഴുതിയിരിക്കുന്നത്, വൈകുന്നേരത്ത്, കാലത്ത്, ഉച്ചയ്ക്ക് എല്ലാം എൻ്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ ദൈവത്തോട് കരയും. മറ്റാരും എന്നെ സഹായിക്കാനില്ല കർത്താവേ, നീ മാത്രമേ, നിനക്ക് മാത്രമേ ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ അവസാനം എഴുതിയിരിക്കുന്നത്, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് പകൽക്കാലം ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു എന്ന് വിശ്വസിപ്പാനായിട്ടിടയായിത്തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലയോ? നീ ഞങ്ങളുടെ യാചനകളെ ശ്രദ്ധിക്കുന്നില്ലയോ? നീ കർത്താവേ ഞങ്ങളെ കാണുന്നില്ലയോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ദാവീദിൻ്റെ അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവമാണ്. അപ്പോൾ ഒന്നാമത് ആ 30-ാം വാക്യത്തിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് ഇടയായി തീർന്നത് പ്രാർത്ഥിക്കുന്നതായ ദാവീദ്. പിന്നെ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയായിരുന്നു എന്നറിയാമോ? ദൈവഹിതം അന്വേഷിച്ചുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാം പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ആവശ്യം ഇന്നതാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാറുണ്ടോ? നോക്കി, അതിൻ്റെ 25-26 വാക്യം, 15-ാം അധ്യായം 25-26. 15-ാം അധ്യായം ആരും മാറ്റണ്ട, അതിൻ്റെ 25-26. രാജാവ് സദോക്കിനോട്, നീ ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോക, യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി. കൊട്ടാരം വിട്ട് ദാവീദും സൈന്യവും കൂടെ ഉണ്ടായിരുന്ന അല്പം ചില ആളുകളും കൊട്ടാരം വിട്ട് പോരുമ്പോൾ ലേവി പുരോഹിതന്മാരായിരിക്കുന്ന സാദോക്കും അബ്യാഥാരും എന്ത് ചെയ്തു? യഹോവയുടെ നിയമപെട്ടകവും ചുമന്നുകൊണ്ട് പോയി. കാരണം യഹോവയുടെ നിയമപെട്ടകം എവിടെയാണോ അവിടെ ആരാധന നടക്കുന്നത്. യഹോവയുടെ നിയമപെട്ടകം ഉള്ളിടത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് എന്ന് അക്കാലത്ത് ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പുരോഹിതന്മാരായ അബ്യാഥാരും സാദോക്കും ആ പെട്ടകവും ചുമന്നുകൊണ്ടാണ് ദാവീദിൻ്റെ പുറകെ പോകുന്നത്. ആദ്യമൊന്നും ദാവീദ് അത് കണ്ടില്ല. പിന്നീട് കണ്ടപ്പോൾ ദാവീദ് പറയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. എന്താ പറഞ്ഞത്? 25 വായിച്ചു ഒന്നുകൂടെ. 25. രാജാവ് സദോക്കിനോട്, നീ ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോക, യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരും. യെസ്, അതാ വിശ്വാസം, അല്ലേ? യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ. ഞാനൊരു വിഷയം പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കർത്താവിനോട്. വിഷയം നമുക്കറിയാമല്ലോ. അബ്ശാലോം നിമിത്തം തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് ദാവീദ് തൽക്കാലത്തേക്ക് മാറി നിൽക്കുക. അതാ വിഷയം ദൈവത്തോട് പറയുന്നത്. കർത്താവെ, അബ്ശാലോമിനെ കൊല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. കർത്താവെ, എന്നെ എതിർക്കുന്ന ശത്രുക്കളെ കൊല്ലണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നില്ല. കർത്താവ് എന്നെ തിരികെ കൊണ്ടുവരും. യെസ്, അതാണ് ദാവീദിൻ്റെ പ്രാർത്ഥനയും ദാവീദിൻ്റെ വിശ്വാസവും, അല്ലേ? യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവിടെ പറയുകയാണ്, യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും.
വായിച്ചോ. തിരുനിവാസവും ഇതും തിരുനിവാസവും കാണുവാൻ എനിക്കിടയാക്കും. അല്ലെ, ഈ ദൈവത്തിന്റെ നിയമപെട്ടകവും ദൈവം വസിക്കുന്ന തിരുനിവാസം യെരൂശലേം ദേവാലയവും എല്ലാം കാണുവാൻ ദൈവം എനിക്കിടയാക്കും. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല. അല്ല, ദൈവം പറയാണ് എനിക്ക് നിന്റെ പ്രാർത്ഥനയിൽ പ്രസാദമില്ല, എനിക്ക് നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രസാദമില്ല, എനിക്ക് നിന്റെ ആരാധനയിൽ പ്രസാദമില്ല എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയ ദൈവമക്കളെ, എത്ര അർത്ഥവത്തായ വാക്യമാണ്. ഇതാ ഞാൻ ഒരുക്കം. ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നത് ദാവീദിനെ നമ്മൾ 30-ാം വാക്യത്തിൽ കണ്ടത്. ഇവിടെ 25, 26-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയ, എൻ്റെ ദൈവത്തിന് എന്നോട് കൃപയുണ്ടെങ്കിൽ അവൻ എന്നെ മടക്കി വരുത്തി ഈ തിരുനിവാസവും ഞാൻ വിട്ട് ഉപേക്ഷിച്ചു പോയ കൊട്ടാരവും യെരൂശലേം ദേവാലയവും ദൈവത്തിൻ്റെ പെട്ടകവും എല്ലാം കാണുവാൻ എനിക്ക് കൃപ തരും. അല്ല എങ്കിൽ, ഇനി ദൈവത്തിന് പ്രസാദമില്ലെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, നിന്റെ ഹിതം നിറവേറണമേ, നിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കണമേ, നിന്റെ ഹിതം മാത്രം നിറവേറുവാനായിട്ടിടയായിത്തീരണമേ. കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സംഘടനയിലാണെങ്കിലും കർത്താവേ, ഞാൻ എവിടെയാണോ, ഞാൻ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്റെ ഹിതം നിറവേറുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലേ, അവിടെ പറയുന്നൊരു വാക്യമുണ്ട്, യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയ. ദൈവത്തിൻ്റെ കൃപയാ പ്രിയ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവകൃപയ്ക്കനുസരിച്ചാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കൃപയെക്കുറിച്ച് എന്താ നമ്മൾ വായിക്കുന്നത്? എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിമ തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അവൻ മോശയോട് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുവാനുമല്ല, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ. ഒത്തിരി ഓടിയിട്ടൊന്നും പ്രയോജനമില്ല. അതാ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി ഓടിയിട്ടോ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടോ, അല്ലെ, ഒത്തിരി എഴുതിയിട്ടോ, ഒത്തിരി തർക്കിച്ചിട്ടോ, ഒത്തിരി വാദിച്ചിട്ടോ ഒന്നും കാര്യമില്ല. പിന്നെന്താണ്? ഓടുന്നവനാലുമല്ല, ഇച്ഛിക്കുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധ്യമാകുന്നത്. അതാ ദൈവത്തിന്റെ കൃപയുടെ പ്രത്യേകത. കൃപ അരുളുന്നവനായൊരു ദൈവമുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യാനായിട്ടിടയായിത്തീരും. അവൻ സാഹചര്യങ്ങൾക്ക് ഭേദം വരുത്തും. സാഹചര്യങ്ങളെ മാറ്റേണ്ടടുത്ത് മാറ്റാനായിട്ടിടയായിത്തീരും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണാനായിട്ട് അവൻ എന്നെ സഹായിക്കും. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും, ഇതും തിരുനിവാസവും കാണുവാൻ എനിക്കിടയാക്കും. അല്ല എങ്കിൽ, നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നുവെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. ഐ ആം റെഡി. കർത്താവേ, ഐ ആം റെഡി. പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ ദൈവഹിതം അന്വേഷിപ്പാനായിട്ട് ഇടയായിത്തീരണം. ദാവീദ് ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായത്, ദാവീദ് ഒരു വലിയ രാജാവായി തീർന്നത്, ദാവീദ് ഒരു വലിയ അഭിഷക്തനായി തീർന്നത്, അല്ലെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ടായിട്ടും എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെ ദൈവം വിളിക്കാനായിട്ടിടയായി തീർന്നത് ഇതാണ് കാരണം. അല്ലേ, ഇതാ ഞാൻ ഒരുക്കമെന്ന് പറയാൻ, ദൈവഹിതത്തിനായിട്ട് എന്നെ ഏൽപ്പിച്ചു തരുവാൻ ഇതാ ഞാൻ ഒരുക്കം. 27-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ദാവീദ് തന്നെ പറയുന്നുണ്ട്, 27:8, എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു. യഹോവേ, ഇതാ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. അല്ലേ, എന്റെ ഹിതം അന്വേഷിപ്പിനെന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു. യഹോവേ, ഇതാ ഞാൻ നിന്റെ ഹിതം അന്വേഷിപ്പാനായിട്ടിടയായിത്തീരുന്നു. അപ്പോൾ 1, പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമ്മൾ കണ്ടു. 2, ദൈവഹിതം അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന ദാവീദ്. 3, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന ദാവീദിനെ നമുക്ക് 28-ാം വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. 28-ാം വാക്യം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മൾ പറയുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കണമെന്നാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അല്ലേ,
എന്നാൽ ദാവീദിനെ ഒന്ന് നോക്കിയേ, ദാവീദിന്റെ പ്രാർത്ഥനയെ ഒന്ന് നോക്കിയേ. ദാവീദ് ഒന്ന് പ്രാർത്ഥിച്ചു, 2 ദൈവഹിതം ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, 3 ദൈവത്തിന്റെ സമയത്തിനായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. 28-ാം വാക്യം, എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂക്ഷ്മ വർത്താനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവെങ്കൽ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവിങ്കൽ താമസിക്കും. ദാവീദ് പറയുകയാണ്, ഈ നിയമപെട്ടകവും എല്ലാം നിങ്ങൾ തിരികെ യെരൂശലേമിലേക്ക് എന്നെ കൊണ്ടുപോകണം. ദൈവത്തിന് എന്നിൽ പ്രസാദമുണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എങ്കിൽ അവൻ എന്നെ മടക്കി വരുത്തും. അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്നും സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും ദൈവം എന്നെ രക്ഷിക്കും. എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും എല്ലാ കോൺസ്പിറസികളിൽ നിന്നും ദൈവം എന്നെ വിടുവിപ്പാനായിട്ടിടയായിത്തീരും. 28-ാം വാക്യം, എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു സൂക്ഷ്മ വർത്തമാനം കിട്ടുന്നത് വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവിങ്കൽ താമസിച്ച് കാത്തിരിക്കും. അല്ലേ? ഒരു സൂക്ഷ്മ വർത്തമാനം, ഒരു ഗുഡ് ന്യൂസ്. ഐ ആം വെയിറ്റിംഗ് ഫോർ എ ഗുഡ് ന്യൂസ്. എവിടെയാണ് ഇതായിരിക്കുന്നത്? ഒരു യുദ്ധഭൂമിയിലാണ് ആയിരിക്കുന്നത്. ഒരു പ്രതികൂലത്തിന്റെ നടുവിലാണ് ദാവീദ് ആയിരിക്കുന്നത്. ദാവീദും തന്നോടുകൂടെ ഒരു ചെറിയ കൂട്ടം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരു വലിയ സൈന്യം, അധികാരമുള്ളവർ, തന്നോടുകൂടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവർ, തന്നോടുകൂടെ അധികാരം പങ്കിട്ടവർ, അവരൊരു വലിയ സൈന്യമായിട്ട് അപ്പുറം നിൽക്കുകയാണ്. ദാവീദ് പറയാണ്, ഇപ്പോൾ ഞാൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു എങ്കിലും, ഇപ്പോൾ ഞങ്ങൾക്ക് ചെറിയ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും, ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ലോർഡ്. ദൈവത്തിൻ്റെ ഹിതത്തിനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ച് ഞാൻ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്നൊരു സൂക്ഷ്മ വർത്തമാനം കിട്ടുന്നത് വരെ. അല്ലേ? കാത്തിരിക്കുന്നതായ ദാവീദ്. പ്രാർത്ഥിക്കുന്ന നമ്മൾ പലപ്പോഴും ദൈവഹിതത്തിനായിട്ട് കാത്തിരിക്കാറുണ്ടോ? 5-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, യഹോവേ ഞാൻ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അല്ലേ? യഹോവേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്നാണ്. നമ്മൾ കാത്തിരിക്കുന്നവരാണോ? നമുക്ക് ദൈവഹിതത്തിനായിട്ട് ഒരുക്കി കാത്തിരിക്കാനായിട്ട് സാധിക്കാറുണ്ടോ? ദാവീദ് കാത്തിരിക്കുന്ന മനുഷ്യനാണ്, പ്രാർത്ഥനയിൽ കാത്തിരിക്കുന്നത്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചത്, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയുടെ വിളവിന് വേണ്ടി, ഫലത്തിന് വേണ്ടി മുൻമഴയും പിന്മഴയും കിട്ടുവോളം കാത്തിരിക്കുന്നത് പോലെ നിങ്ങളും കാത്തിരിപ്പിൻ എന്നാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വിഷയം പങ്കുവെച്ചിട്ട് ദൈവപ്രവർത്തിക്കായിട്ട് കാത്തിരിക്കുന്നതായ ദാവീദ്. 15-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം, 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. എന്തെല്ലാമാണ്? പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമ്മൾ കണ്ടു. 2 ദൈവഹിതം അന്വേഷിക്കുന്ന ദാവീദിനെ നമ്മൾ 25-26 വാക്യങ്ങളിൽ കണ്ടു. 3 ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുന്ന ദാവീദിനെ നമ്മൾ 28-ാം വാക്യത്തിൽ കണ്ടു. ഇനി 15-ന്റെ 32 വായിച്ചേ. പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്തെത്തിയപ്പോൾ, പ്രതികൂലങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്നതായ ദാവീദ്. ആമേൻ. നമ്മൾ പലപ്പോഴും അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സന്തോഷമുള്ളൂ. അല്ലേ? ഇതെവിടെ ആരാധിക്കുന്നത്? യുദ്ധഭൂമിയിൽ ദാവീദ് ആരാധിക്കുന്നത്. അബ്ശാലോം തന്നെ കൊല്ലാനായിട്ട് അബ്ശാലോമും സൈന്യവും അന്വേഷിച്ച് നടക്കുക. തൻ്റെ കൂടെയുള്ള അനേകര ശത്രു സൈന്യത്തിൻ്റെ ഭാഗമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും 15-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച, ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്ത് എത്തിയപ്പോൾ. അപ്പോൾ പതിവായിട്ട് ഈ പ്രതിസന്ധികളുടെ മധ്യേയും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയ പ്രതികൂലം വന്നാൽ ആരാധന മുടക്കുന്നവരാ. അല്ലേ? മഴ കാരണം ഇന്ന് മഴയുടെ ഒരു ചെറിയ ചാറ്റിൽ കണ്ടപ്പോൾ ആരാധനയ്ക്ക് വരാത്ത ചിലരെങ്കിലും കാണും. ചെറിയ പ്രയാസങ്ങൾ, ചെറിയ പ്രതികൂലങ്ങൾ, അല്ലേ? ചെറിയ കാര്യങ്ങൾ നമ്മളെ പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ പിന്നോട്ട് നയിക്കാറുണ്ട്. എന്നാൽ ദാവീദിനെ നമുക്കൊരു എക്സാമ്പിളായിട്ട് ദൈവം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും ആ യുദ്ധമുഖത്തും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വഭാവം ദാവീദിന് നമുക്ക് കാണാനായിട്ട് കഴിയും. 16-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യം വായിച്ച്. എത്തിയപ്പോൾ കുലത്തിൽ ഗേരയുടെ മകൻ ഷിമായി എന്ന പേരുള്ള ശിമെയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അല്ലേ? 16-ന്റെ 5-ാം വാക്യം, ശിമെയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പുറപ്പെട്ട് ശപിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയൊക്കെയും കല്ലുവാരി എറിഞ്ഞ്
ജനവും വീരന്മാരെല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. ജനവും വീരന്മാരെല്ലാം ഇടത്തും വലത്തുമായി നടക്കുമ്പോഴും എന്താണ്, ശിമെയി ദാവീദിനെ, ദൈവത്തിന്റെ അഭിഷക്തനായ ദാവീദിനെ കല്ലുവാരി എറിഞ്ഞ് ശപിച്ചും കൊണ്ട് നടക്കുക. പക്ഷേ ദാവീദിനുണ്ടല്ലോ ഒരൊറ്റ വാക്ക് മതി. ദാവീദിന്റെ കൂടെ ആരെല്ലാം ഉണ്ടെന്ന് നമ്മൾ വായിച്ചത്? വീരന്മാരായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീരന്മാരെ ഒന്നും ദാവീദ് ഉപയോഗിച്ചില്ല. ദാവീദ് അവനോട് ക്ഷമിക്കുന്നത് നമുക്ക് താഴെ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും, അല്ലേ? 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ വിടുവിൻ. 11-ാം വാക്യത്തിന്റെ അവസാനം, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അവനെ വിടുവിൻ. അവൻ ശപിച്ചോട്ടെ, പ്രശ്നമില്ല, നത്തിങ്. ക്ഷമിക്കുന്നതായ ദാവീദ്, ആരാധിക്കുന്ന ദാവീദ് ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല, തന്റെ ശത്രുവിനോട്, അബ്ശാലോമിനോട് ക്ഷമിക്കാനായിട്ട് ദാവീദ് മനസ്സുവെച്ചു. തന്നെ ശപിക്കുകയും കല്ലുവാരി എറിയുകയും ചെയ്ത ശിമെയിയോട് ക്ഷമിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു പുതിയ നിയമ വിശ്വാസിയായിരിക്കുന്ന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ഏത് പ്രതികൂലത്തിലും ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെയുള്ള ആളുകളോട് ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് ഇടയായി തീരണം. അതാണ് ക്രിസ്തീയ സ്വഭാവം. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിക്കപ്പെടാനായിട്ടിടയായി തീർന്നത്. മർക്കോസ് സുവിശേഷം 11:25 നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. മർക്കോസ് 11:25, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളും നിങ്ങളോടും ക്ഷമിക്കയില്ല. അതുകൊണ്ട് ക്ഷമിപ്പിൻ, അല്ലേ? കർത്താവ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതായ ഒരു വലിയ ക്രിസ്തീയ ഗുണമാണ് ക്ഷമിക്കുക, പിന്നെയും ക്ഷമിക്കാനായിട്ട് ഇടയായി തീരുക. അപ്പോൾ നമ്മൾ ദാവീദിനെ കുറിച്ച് ഈ അധ്യായത്തിൽ ചിന്തിച്ചത്, ഒന്ന്, പ്രാർത്ഥിക്കുന്ന ദാവീദ്, ദൈവഹിതം അന്വേഷിക്കുന്ന ദാവീദ്, ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുന്ന ദാവീദ്, പ്രതികൂലങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്ന ദാവീദ്, ക്ഷമിക്കുന്ന ദാവീദ്. അങ്ങനെയുള്ള ദാവീദിനുണ്ടല്ലോ എന്താ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാൻ സാധിച്ചത്? മരുഭൂമിയിലും ദൈവിക കരുതൽ ദാവീദിന് അനുഭവിക്കാൻ സാധിച്ചു. 16-ാം അധ്യായത്തിന്റെ 1-2 വാക്യം, 16-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ഈ യുദ്ധഭൂമിയിൽ താന് കൊട്ടാരം വിട്ട് ഒരു കൂട്ടം സൈന്യവുമായി യുദ്ധഭൂമിയിലാണ്, മലമുകളിലാണ്, പർവ്വതങ്ങളിലാണ്, ഗുഹാമുഖത്താണ് താൻ ആയിരിക്കുന്നത്. എങ്കിലും ദൈവത്തിന്റെ കരുതൽ ആ മരുഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. 16-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ചേ. ദാവീദ് മലമുകൾ കടന്ന് കുറെ അപ്പുറം ചെന്നപ്പോൾ മെഫിബോശത്തിന്റെ ഭൃത്യനായ സീബ കോപ്പിട്ട് 2 കഴുതയുമായി എതിരെ വരുന്നത് കണ്ടു. അവരുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരി, അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 അത്തിയടയും ഒരു തുരുത്തി വീഞ്ഞും കയറ്റിയിരുന്നു. രാജാവ് സീബയോട് ഇത് എന്തിന് എന്ന് ചോദിച്ചു. അതിന് സീബ, കഴുതകൾ രാജാവിന്റെ കുടുംബക്കാർക്ക് കഴുതുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചവർക്ക് കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ദാവീദിന് അപ്പം കിട്ടിയതിൽ നമുക്ക് എന്തിനു സന്തോഷം, അല്ലേ? നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയം, അല്ലേ? എനിക്കത് വായിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം എന്താണെന്നറിയാമോ? ദാവീദ് എവിടെയായിരിക്കുന്നത്? മരുഭൂമിയിലാണ്, യുദ്ധമുഖത്താണ്, ആരും സഹായിക്കാനായിട്ടില്ലാതെ ആയിരിക്കുന്ന സന്ദർഭം. തിരിച്ചുപോയി യെരൂശലേമിൽ നിന്ന് അപ്പവും വീഞ്ഞും ഒന്നും കൈക്കൊള്ളാൻ സാധിക്കുകയില്ല. തന്നെ കാത്ത് അബ്ശാലോമും സൈന്യവുമോടെ പതിയിരിക്കുക. പക്ഷേ മരുഭൂമിയിൽ ദൈവം സീബയിലൂടെ എന്തെല്ലാം കൊടുത്തുവിട്ടു? 200 ഉണക്കമുന്തിരിക്കുല, 100 അത്തിയട, ഒരു തുരുത്തി വീഞ്ഞ്, അല്ലേ? സഞ്ചരിക്കാൻ കഴുതകള്, വീഞ്ഞ്, വേണ്ടുന്നതെല്ലാം കൊടുത്തുവിട്ടു. തീർന്നില്ല ദൈവത്തിന്റെ കരുതൽ. 17-ാം അധ്യായത്തിന്റെ 28 വായിച്ചേ. 17-ാം അധ്യായത്തിന്റെ 28. ഗിലെയാദ്, ബർസിലെ എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയുള്ള ജനത്തിനു ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയറ്. ബർസിലായി എന്ന് പറയുന്ന ഒരു ഭക്തൻ,
ബർസില്ലായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദാവീദിന് വേണ്ടി എന്തെല്ലാം കൊടുത്തു വിടുന്നതെന്നറിയാമോ? കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും. വായിച്ചു. കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ പ്രൊവിഷൻ ലിസ്റ്റ് അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ എഴുതി കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രൊവിഷൻ ലിസ്റ്റ് എവിടെയാ കിട്ടുന്നതെന്ന് അറിയാമോ? യുദ്ധമുഖത്ത്, മരുഭൂമിയിൽ. പ്രൈസ് ദി ലോർഡ്. ഭക്തന് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. മറ്റെല്ലാ പ്രൊവിഷനുകളും അടയുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പതറും, കർത്താവേ എൻ്റെ ആ പ്രൊവിഷൻ അടഞ്ഞല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു പ്രൊവിഷൻ അടയുമ്പോൾ, ഒരു സോഴ്സ് അടയുമ്പോൾ മറ്റനേക സോഴ്സുകൾ ഏത് മരുഭൂമിയിലും ഏത് ആ മലയുടെ മുകളിലും ഏത് ഗുഹാമുഖത്തും തുറക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ദാവീദിന്റെ മറ്റെല്ലാ സോഴ്സും അടഞ്ഞപ്പോൾ ദാവീദിന് മരുഭൂമിയിൽ സീബയിലൂടെയും ബർസില്ലായി എന്ന് പറയുന്ന മനുഷ്യനിലൂടെയും ദൈവം വലിയ റിസോഴ്സുകൾ ഒരുക്കാനായിട്ടിടയായി തീർന്നു. ഏലിയാവിന് വേണ്ടി കാക്കയെ ഒരുക്കിയ കർത്താവ്, കരീത് തോട്ടിൽ അല്ലെ അപ്പവും ഇറച്ചിയും ഒരുക്കിയവനായ കർത്താവ്, വിധവയുടെ ഭവനത്തിൽ അപ്പം അടയൊരുക്കിയവനായ കർത്താവ്, മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മന്ന ഒരുക്കിയവനായ കർത്താവ്, മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കാടപക്ഷിയെ ഒരുക്കിയവനായ കർത്താവ്, ആ കർത്താവിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന അറ്റുപോകരുത്, വിശ്വാസം അറ്റുപോകരുത്, പ്രതീക്ഷ അറ്റുപോകരുത്, പ്രതീക്ഷയോടുകൂടെ തന്നെ ആരാധന അറ്റുപോകരുത്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അസാധ്യങ്ങളുടെ ദൈവമാണ്, അവന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല, ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഈ മരുഭൂമിയിൽ വലിയ പ്രൊവിഷനുകൾ ഒരുക്കുവാൻ, വലിയ റിസോഴ്സുകൾ ഒരുക്കുവാൻ എൻ്റെ കർത്താവിന് സാധിക്കുമെന്ന് ആർക്ക് വിശ്വസിക്കുവാനായിട്ടിടയായിത്തീരുന്നോ അവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ കണ്ടു. പ്രാർത്ഥിക്കുന്ന ദാവീദിനെ, ദൈവഹിതം അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ, ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുന്ന ദാവീദിനെ, പ്രതികൂലങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്ന ദാവീദ്, ശത്രുവിനോട് ക്ഷമിക്കുന്ന ദാവീദ്, മരുഭൂമിയിൽ ദൈവിക കരുതൽ അനുഭവിക്കുന്നതായ ദാവീദ്, അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്ന ദാവീദ്. 16:12 വാക്യം. 16:12. പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം എന്റെ നൽകും. ദൈവം ഈ ശാപത്തെ മാറ്റി, ഈ പ്രതികൂലത്തെ മാറ്റി അല്ലേ, പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഇന്ന് പൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹം നൽകും? ഹല്ലേലൂയ. എൻ്റെ സഭയെ ദൈവം അനുഗ്രഹിക്കും. ഈ പ്രതികൂലമെല്ലാം മാറും, ഈ പ്രതിസന്ധിയെല്ലാം മാറും, ഈ പ്രയാസങ്ങളെല്ലാം മാറും. അവൻ എന്നെ അനുഗ്രഹിപ്പാനായിട്ടിടയായിത്തീരും. എൻ്റെ തലമുറയെ അവൻ അനുഗ്രഹിപ്പാനായിട്ടിടയായിത്തീരും. എൻ്റെ കുടുംബത്തെ അവൻ അനുഗ്രഹിപ്പാനായിട്ടിടയായിത്തീരും. എൻ്റെ സാഹചര്യങ്ങളെ മാറ്റുവാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധിക്കും അല്ലേ? ദാവീദ് പറയാനായിട്ടിടയായിത്തീരുന്നത്, ഇപ്പോൾ ശിമെയി ശപിക്കുന്നതും അബ്ശാലോം യുദ്ധത്തിനായി തൻ്റെ പുറകെ വരുന്നതും മറ്റുള്ളവർ തന്നെ കല്ലെറിയുന്നതും ശപിക്കുന്നതും എല്ലാം മാറ്റി ഇതിനെല്ലാം പകരം ഒരു അനുഗ്രഹം തന്ന് എന്നെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ ദൈവമായി വാഴിക്കുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദാവീദിന് സാധിച്ചു. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്കും അങ്ങനെ ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ മധ്യേ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളെ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 15-ാം അധ്യായം, അതാണല്ലോ നമ്മുടെ പ്രധാന അധ്യായം. 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഈ ദാവീദിന്റെ ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു മറ്റൊരു മനുഷ്യനാണ്. അയാളെ അധികം ആരും ഓർക്കാറില്ല. അദ്ദേഹത്തിന്റെ പേരാണ് ഇത്തായി. വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല, പക്ഷെ അവൻ വിശ്വസ്തനായിരുന്നു. 16:21 വാക്യം. 15:21. അതിന് ഇത്തായി രാജാവിനോട്, യഹോവയാണേ യജമാനനായ രാജാവാണേ, യജമാനനായ രാജാവ് എവിടെ ഇരിക്കുന്നു അവിടെ തന്നെ മരണമോ ജീവനോ എന്ത് വന്നാലും. ഇത്തായി എന്ന് പറയുന്ന മനുഷ്യൻ ഗിത്യനാണ്. ഗിത്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഫെലിസ്ത്യനാണ്. അവനൊരു ഇസ്രായേലിനല്ല, അവനൊരു ഫെലിസ്ത്യനാണ്. ഗത്തിൽ നിന്നുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഗിത്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവനൊരു യഹൂദനല്ല, അവനൊരു ഫെലിസ്ത്യനാണ്.
രാജാവ് കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നപ്പോൾ, അബ്ശാലോം നിമിത്തം രാജാവിന് കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നപ്പോൾ, രാജാവിനോട് കൂടെയുള്ള അഹീതോഫേൽ അടക്കം അനേക ആളുകൾ തന്റെ വിശ്വസ്തന്മാരെന്ന് കരുതിയവർ ശത്രുപക്ഷത്ത് ചേർന്നപ്പോഴും ഈ ഫെലിസ്തനായ മനുഷ്യൻ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് 19 മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാജാവ് ഗിത്യനായ ഇത്തായിയോട് പറഞ്ഞത് എന്തെന്നാൽ, നീയും ഞങ്ങളോടുകൂടെ വരുന്നത് എന്തിന്? നീ ഞങ്ങളോടുകൂടെ വരുന്നത്? നീ മടങ്ങിച്ചെന്ന് രാജാവിനോടുകൂടെ, അതായത് അബ്ശാലോമിനോട് കൂടെ നീ പാർക്ക. നീ പരദേശിയും സ്വദേശഭൃഷ്ടനുമല്ലോ, നിന്റെ സ്ഥലത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളുക. നീ വീണ്ടും നിന്റെ സ്ഥലത്തേക്ക് പോക്കോ. ഞങ്ങളുടെ കൂടെ ഈ മരുഭൂമിയിൽ അലയാനായിട്ട് നീ വരരുത്. നീ ഇന്നലെ വന്നവനല്ലേ, യു ആർ വെരി ജൂനിയർ അല്ലേ? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വിവേചിക്കുന്ന അങ്ങനെയാ. അവൻ ഇന്നലെ വന്നവനല്ലേ, ഹീ ഈസ് വെരി ജൂനിയർ. അവൻ ആരാ ഇത് പറയാന്നാ നമ്മൾ പറയാറ് അല്ലേ? ദാവീദും അങ്ങനെ അവനോട് പറഞ്ഞത്. 20-ാം വാക്യം, നീ ഇന്നലെ വന്നതേ ഉള്ളൂ, ഇന്നു ഞാൻ നിന്നെ ഞങ്ങളോടുകൂടെ അലഞ്ഞു നടക്കുമാറാക്കുമോ? നല്ല അർത്ഥത്തിലാ പറഞ്ഞത്. നീ വെറുതെ ഞങ്ങളുടെ കൂടെ വന്ന് കഷ്ടപ്പെടണ്ട. ഞങ്ങൾക്ക് പാർക്കാനൊരു സ്ഥലമില്ല, ഗുഹയിലും മലമുകളിലും ഒക്കെ ഞങ്ങൾ പാർക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? നീയും നിന്റെ സഹോദരന്മാരും കൂടെ മടങ്ങിപ്പോകുക. ദയയും വിശ്വസ്തതയും നിന്നോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ഇത്തായി രാജാവിനോട്, യഹോവയായ രാജാവാണേ, യജമാനായ രാജാവാണേ, യഹോവയായ രാജാവ് എവിടെ ഇരിക്കുന്നുവോ അവിടെ തന്നെ മരണമോ ജീവനോ എന്ത് വന്നാലും അടിയൻ ഇരിക്കുമെന്ന് പറഞ്ഞു. ദിസ് ഈസ് കോൾഡ് കമ്മിറ്റ്മെന്റ്. ആമേൻ. സഭാജനത്തോട് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഇറ്റ് ഈസ് കോൾഡ് കമ്മിറ്റ്മെന്റ്. ഇതിനെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഒരു സഭയിലെ അംഗങ്ങളായിരിക്കുന്നവർക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അല്ലെ, ഒരു കുടുംബത്തിൽ അംഗമായിരിക്കുന്നവർക്ക് ആ കുടുംബത്തോടൊരു കമ്മിറ്റ്മെന്റ് ആവശ്യമുണ്ട്. ഒരു സഭയിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് ആ സഭയോടൊരു കമ്മിറ്റ്മെന്റ് ആവശ്യമുണ്ട്. ഇത്തായി പുറം ജാതിക്കാരനാ, ഗത്യനാ, ഫെലിസ്ത്യനാ. പക്ഷെ അവൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് എവിടെ പാർക്കുന്നു അവിടെ ഞാൻ കൂടെ വരും. രാജാവിന്റെ ജീവൻ അപകടപ്പെടുന്നത് വരെയും, അല്ലെങ്കിൽ എന്റെ ജീവൻ അതോടുകൂടെ ഞാൻ അത് നൽകി തരാനായിട്ട് ഇടയായിത്തീരും. അവൻ ഇന്നലെ വന്നവനാണെങ്കിലും, അവൻ പുറംവാതിലിലൂടെ വന്നവനാണെങ്കിലും അല്ലേ, നമ്മൾ പലരെ കുറിച്ചും പറയുന്ന അവർ പുറംവാതിലൂടെ വന്നവരാ എന്നാ. ഈ ഇത്തായി പുറംവാതിലൂടെ വന്നവനും ഇന്നലെ വന്നവനും ആയിരുന്നെങ്കിലും, അവൻ യഹൂദനല്ലായിരുന്നുവെങ്കിലും അവനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ, അവനൊരു സമർപ്പണം ഉണ്ടായിരുന്നു. അവന്റെ സമർപ്പണത്തിൽ അവൻ ഉറച്ചു നിൽക്കാനായിട്ടിടയായി തീർന്നു. എനിക്ക് നിങ്ങൾക്കും ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഈ ഇത്തായിയുടെ മനോഭാവമാണ്. അതുകൊണ്ട് ഇത്തായി ആരായി മാറിയെന്നറിയാമോ? അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശ്വസ്തനായ, അവൻ ഇന്നലെ വന്നവനാണെങ്കിലും അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. 2 ശമൂവേൽ 18:2 വായിച്ചേ. 18:2. ദാവീദ് ജനത്തിൽ 1/3 പങ്ക് യോവേന്റെ കൈക്കീഴും, തന്റെ രാജ്യത്തെ 3 വിഭാഗിച്ചു. ദാവീദ് 3 വിഭാഗിച്ചിട്ട് 3 സഹസ്രാധിപന്മാരെ നിയമിച്ചു, ഗവർണേഴ്സ്. അതിനെയാ നമ്മൾ വായിക്കുന്നത്. ദാവീദ് ജനത്തിൽ 1/3 പങ്ക് യോവാബിന്റെ കൈക്കീഴും, 1/3 പങ്ക് സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ യോവാബിന്റെ കയ്യില്, 2 അബീശായിയുടെ കയ്യില്, അബിഷായുടെ കൈക്കീഴും 1/3 പങ്ക് ഗിത്യനായ ഇത്താദിയുടെ കൈക്കീഴും അയച്ചു. രാജാവ് വീണ്ടും അധികാരസ്ഥനായി. അബ്ശാലോം പട്ടുപോയി അല്ലേ? അബ്ശാലോമിന്റെ അന്ത്യം നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പുതിയ നിയമ വിശ്വാസി ആയതുകൊണ്ട് എനിക്കത് സന്തോഷമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാത്തതാണ്. 18-ാം അധ്യായത്തിന്റെ 14, 15 വായിക്കുമ്പോൾ അബ്ശാലോം എങ്ങനെയാണ് മരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ അപ്പനായ ദാവീദിനെ സിംഹാസനസ്ഥനാക്കാൻ വേണ്ടി പരിശ്രമിച്ച അബ്ശാലോമിന് യുദ്ധത്തിനായി, ദാവീദിനെ തെരഞ്ഞ യുദ്ധത്തിനായി പോകുമ്പോൾ ഒരു കരുവേലകത്തിൽ തന്റെ മുടി കുടുങ്ങി ജീവനോട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ തൂങ്ങിക്കിടന്നപ്പോൾ അവന്റെ നെഞ്ചിലൂടെ ആരാണ്? യോവാബ് അല്ലെ, ഒരു കുന്തം കുത്തി ഇറക്കി പിന്നീട് അവനെ നാട്ടുകാരുടെ കൂടെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു. ദാവീദിന്റെ കൂടെ നിന്നിട്ട് അവിശ്വസ്തനായ മന്ത്രിക്ക് എന്താ സംഭവിച്ചത്? അയാൾക്ക് എന്ത് സംഭവിച്ചു? 17-ാം അധ്യായത്തിന്റെ അഹീതോഫേലിന് എന്ത് സംഭവിച്ചു? 17-ാം അധ്യായത്തിന്റെ 23, 17-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. എന്നാൽ
അഹീഥോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്നു. വീട് കാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. ബൈബിളിൽ രണ്ടുപേരാ കെട്ടിയാന്ന് മരിച്ചത്. ഒന്ന് യൂദ, ഇസ്കര്യോത്ത യൂദ. രണ്ട് ഈ അഹീഥോഫേൽ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലേ. അപ്പോൾ വിശ്വസ്തനായ ഇത്ഥായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ 1/3 സഹസ്രാധിപനായി, ഗവർണറായി മാറുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ അവിശ്വസ്തനായിരുന്ന കൂട്ടുകെട്ടുകൾ, കോൺസിപ്രസികൾക്ക് നേതൃത്വം കൊടുത്തതായ ആളുകൾ, അവർക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ കണ്ടു. അബ്ശാലോമിന് എന്ത് സംഭവിച്ചു? അഹീഥോഫേലിന് എന്ത് സംഭവിച്ചു? ചരിത്രം ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ, സമയം കഴിഞ്ഞല്ലോ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതായ ദാവീദ് 15-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യമാണ് നമ്മൾ വായിച്ച് ആരംഭിച്ചത്. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. ആ കയറ്റം കയറുന്നത് ഒരു പ്രാർത്ഥനയിലൂടെയാണ്. ആഴമേറിയ പ്രാർത്ഥന. കർത്താവേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? ദൈവം അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് ഇടയായിത്തീരും. അത് വ്യക്തിപരമായ വിഷയമാണെങ്കിലും, കുടുംബത്തിലെ വിഷയമാണെങ്കിലും, മറ്റേത് വിഷയമാണെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവഹിതം അന്വേഷിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. കർത്താവേ, നിന്റെ ഇഷ്ടത്തിനായി ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ദൈവപ്രവർത്തിക്കായി കാത്തിരുന്നു കൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. പ്രതികൂലങ്ങളിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. ശത്രുവിനോട് ക്ഷമിച്ചുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. മരുഭൂമിയിലും ദൈവിക കരുതൽ അനുഭവിച്ചുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി കാത്തിരുന്നു കൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. ദാവീദിനോടുകൂടെ വിശ്വസ്തനായ ഇത്ഥായിയെ പോലുള്ള ആളുകൾ കുറച്ചു പേരുണ്ടായിരുന്നു. ആ ചെറിയ കൂട്ടം ഒരു വലിയ കൂട്ടത്തെ ജയിക്കുവാനായിട്ടിടയായി തീർന്നു. കാരണം ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരെ നടത്തുവാനായിട്ടിടയായി തീർന്നു. ഏകനായ ദാവീദിന് ഗോലിയാത്തിനെ വിജയിക്കാൻ സാധിച്ചതുപോലെ ഏകനായിരിക്കുന്ന ദാവീദിന് തൻ്റെ മകനായ അബ്ശാലോമിനോട് താൻ പ്രത്യേകിച്ച് നേരിട്ട് യുദ്ധം ചെയ്യാതെ തന്നെ ആ സൈന്യത്തെ ജയിക്കുവാനായിട്ട് സാധിച്ചു. എങ്ങനെയാ സാധിച്ചത്? പ്രാർത്ഥനയാണ്. അതാ 30-ാം വാക്യം, 15-30 വീണ്ടും വീണ്ടും വായിക്കണം, വീണ്ടും വീണ്ടും ധ്യാനിക്കണം. ദാവീദ് തലമൂടിയും നടന്ന് കരഞ്ഞും കൊണ്ട് ആ ഒരു പ്രയർ വാക്ക് അല്ലേ, തൻ്റെ സങ്കടമെല്ലാം യഹോവയുടെ സന്നിധിയിൽ പകർന്നുകൊണ്ടാണ് പോയത്. നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ നിരത്തി വെക്കുക, ദൈവസന്നിധിയിൽ നിരത്തി വെക്കുക. കർത്താവേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. കർത്താവേ, മാനുഷികമായ പ്രയാസമാണ്, നിനക്ക് സകലവും സാധിക്കുമെന്ന് പറഞ്ഞ് ആ ദൈവസന്നിധിയിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.